നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ ടൂർ പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പെരുന്നാൾ വരാൻ പോവാണ്, നമുക്ക് ടൂറുകളൊക്കെ പോകും നമ്മുടെ ഫ്രണ്ട്സിനോട് കൂടെ. പലപ്പോഴും അധികം ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ഒന്നാണ്, നമ്മൾ ടൂർ പോകുന്ന സമയത്ത് നമുക്ക് അതിനുള്ള എക്സ്പെൻസ് ക്ലിയർ ആയിട്ട് പങ്കിടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഫ്രണ്ട്സിനോട് കൂടെ ടൂർ പോകുമ്പോൾ എല്ലാവരും ക്യാഷ് എടുക്കും. ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി ഒരാൾക്ക് എത്ര വന്നു എന്ന് കണക്ക് കൃത്യമായി നമുക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവരെ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്നാൽ അതിനൊരു സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറൊക്കെ പോകുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാവലിംഗ് നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന എക്സ്പെൻസ് ആണെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുചെയ്യാൻ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അത് കൃത്യമായി നിങ്ങൾക്ക് അവരെ അറിയിക്കാനും അവരോട് കാര്യങ്ങൾ പറയാതെ തന്നെ അറിയിക്കാനും അവർക്കത് മനസ്സിലാക്കി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. സ്പ്ലിറ്റ്വേഴ്സ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗൂഗിൾ ID എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ലോഗിനായി, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ടാകും. ഇവിടെ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ആയതിന് നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു 5 പേരുള്ള യാത്രയാണ്, അല്ലെങ്കിൽ 6 പേരുള്ള യാത്രയാണ്, അല്ലെങ്കിൽ 10 പേരുള്ള യാത്രയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ആ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക. നിങ്ങളിപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഊട്ടി എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഗ്രൂപ്പിനൊരു പേരിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രിപ്പ് എന്താണ്, കപ്പിൾസ് ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പിന് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കി. ഏറ്റവും മുകളിൽ ഊട്ടി എന്നുള്ള പേരിൽ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ലിങ്ക് ഞാൻ എൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് വരുന്ന ടൂറിന് വരുന്ന ആളുകൾക്കൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഷെയർ ഗ്രൂപ്പ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ താഴെ വാട്സപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഇതിനകത്ത് ലോഗിനായി. അതായത് ഇത് നിങ്ങൾ അവരോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ആഡ് എക്സ്പെൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് ഒരു 1000 രൂപ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തിനാണോ 1000 രൂപ നമ്മൾ ചിലവഴിച്ചത് അതിൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് ഡേറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ ദിവസമാണ് അത് വരിക. ഇവിടെ ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ബില്ല് ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നോട്ട് ഉണ്ട്. ഇതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു നോട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര പേരുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഈക്വലായിട്ട് പോകും. ഇപ്പോൾ ഞാനിവിടെ ആരും ജോയിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആളുകൾ കാണില്ല. അതുകൊണ്ട് ഈക്വലായിട്ട് ഇത് കാണാൻ സാധിക്കില്ല. ഞാനിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും പേര് ടൈപ്പ് ചെയ്യുമ്പോൾ സെർച്ച് ഒരു കോൺടാക്റ്റുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കോൺടാക്റ്റ് പെർമിഷൻ ചോദിക്കും. കോൺടാക്റ്റ് പെർമിഷൻ ചോദിച്ചാൽ നമ്മൾ അടുത്ത കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആരെയും ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ തൽക്കാലം എൻ്റെ കോൺടാക്റ്റിൽ നിന്ന് ഒരു നമ്പർ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ എക്സ്പെൻസ് ഈക്വലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത നമ്പർ കാണാൻ സാധിക്കും. 1000 രൂപയാണ് ഞാനിവിടെ എക്സ്പെൻസായി ടൈപ്പ് ചെയ്തത്. താഴെ ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്ത വ്യക്തി 500 എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ 10 പേരുണ്ടെങ്കിൽ ആ 1000 രൂപ എത്രയാണോ അത് കൃത്യമായിട്ട് ഷെയർ ആക്കിയിട്ട് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇത് ജോയിൻ ചെയ്ത ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് പോകും. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്തത് കാരണം അവർക്കും ഈ എക്സ്പെൻസ് എത്രയാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരോടും നിങ്ങൾക്കൊന്നും പറയണ്ട. കൃത്യമായിട്ട് എത്രയാണ് എക്സ്പെൻസ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യാത്ര പൂർത്തിയായതിനു ശേഷം എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ എക്സ്പെൻസും ഡീറ്റെയിൽസും അതിനകത്ത് ലഭ്യമാകും. അത് നേരെ ആരാണോ പേയ്മെൻറ്റ് ചെയ്ത് ആ പേയ്മെൻറ്റ് ചെയ്ത വ്യക്തിക്ക് അവിടെ നിങ്ങൾക്ക് ആ ലിസ്റ്റും കാണാൻ സാധിക്കും പേയ്മെൻറ്റ് ചെയ്ത് ആരാണെന്ന്. ഇപ്പോൾ ഞാനിവിടെ ആഡ് എക്സ്പെൻസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെയ്ഡ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആരൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ അവരുടെ പേരൊക്കെ കാണും. ആരാണോ പേയ്മെൻറ്റ് ചെയ്ത് അവരുടെ പേര് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് കൂടെ ഈക്വലായിട്ട് ആരാണോ പേയ്മെൻറ്റ് ചെയ്തതും ആർക്കൊക്കെയാണോ ഈക്വലായിട്ട് കിട്ടേണ്ടതും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ ഒരു യാത്രയൊക്കെ പോയി വന്ന് അതിൻ്റെ എക്സ്പെൻസ് കൃത്യമായിട്ട് അറിയാനും അത് ആർക്കാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അവർ കൃത്യമായി മനസ്സിലാക്കാനും പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇനി തൊട്ടടുത്ത ദിവസം മറ്റൊരു ഗ്രൂപ്പിൽ യാത്ര പോകുന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പ് നിങ്ങൾക്ക് ആഡ് ഗ്രൂപ്പ് മെമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഗ്രൂപ്പ് നെയിമൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പിൽ അടുത്ത യാത്ര തുടരാവുന്നതാണ്. അപ്പം എക്സ്പെൻസ് വരുന്ന കാര്യത്തിൽ എങ്ങനെയാണ് അവരെ അറിയിക്കുക എന്നോ അല്ലെങ്കിൽ കൃത്യമായ എക്സ്പെൻസ് എത്രയാണെന്നോ കൂട്ടി കണക്കറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. ഈ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.